മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കോടതിയിൽ മേഘനെ വിസ്തരിക്കുന്നുണ്ട്. മേഘനാണെങ്കിൽ മാനസിയെ അറിയില്ലെന്നും അത് തൻ്റെ കുഞ്ഞല്ലെന്നും മനഃപൂർവ്വം എന്നെ ചെളിവാരി തേക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കഥയാണെന്നും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് അനന്ത് വെറുതെ വിടുന്നില്ല. ഇത് മേഘൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം മേഘൻ്റെ മുടിയിഴയും ഈ കുട്ടിയുടെ മുടിയിഴയും തമ്മിലുള്ള DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അത് മേഘൻ്റെ കുട്ടിയാണെന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട് ലാബിൽ. അതിൻ്റെ എല്ലാ പ്രൂഫും ഞാൻ ഇവിടെ കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയുടെ കയ്യിലോട്ട് അനന്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇവർ തമ്മിൽ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്ത സെൽഫി ഫോട്ടോസും എല്ലാം കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട് അനന്തു. ഇതെല്ലാം കൂടെ കാണുമ്പോഴേക്കും ജഡ്ജി ഉറപ്പിക്കുന്നുണ്ട് ഇവൻ കുറ്റക്കാരനാണെന്ന്. അങ്ങനെ കോടതി മേഘനെ ജാമ്യം നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ കോടതി വളപ്പിൽ നിന്നും മേഘൻ പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ തന്നെ മേഘനെ കാണാനായിട്ട് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് മേഘൻ പറയുന്നുണ്ട് എല്ലാവരോടും, ആരും ജയിച്ചെന്ന് വിചാരിക്കേണ്ട, എല്ലാവർക്കും ഇതുപോലൊരു അവസരം കിട്ടും, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കരുതിയിരുന്നോളണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കമലേശ്വരം വീട്ടിൽ കരുണയും ദുർഗയും ഉണ്ണിയുമെല്ലാം മേഘന് ജാമ്യം കിട്ടാത്ത വിവരമെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മിയുമെല്ലാം മേഘനെതിരെ ഇനിയും തെളിവുകൾ ശേഖരിച്ചു കൊണ്ടുവരും, അവരവനെ എങ്ങനെയെങ്കിലും ജയിലിൽ കിടത്താനാണ് ശ്രമിക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് എങ്ങനെ അവൻ കിടക്കാതിരിക്കും, അവൻ്റെ കുട്ടിയല്ലേ അവളുടെ കൂടെ ഉള്ളത്, അതവർ തെളിയിക്കുകയും ചെയ്തില്ലേ, പിന്നെ എങ്ങനെയാണ് അവന് ജാമ്യം കിട്ടുന്നത്, ഇവൻ ഇങ്ങനെയുള്ള സ്വഭാവമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ദുർഗയും പറയുന്നുണ്ട്. ഇവരുടെ ഈ സംഭാഷണമെല്ലാം കേട്ടുകൊണ്ട് വരുന്ന കണ്ണൻ പറയുന്നുണ്ട് അവൻ ചതിയനാണ്, അവൻ മഞ്ജുവിനെ ചതിച്ച് ആ പെൺകുട്ടിയെയും അവൻ ചതിച്ചതാണ്, അങ്ങനെ ഒരുപാട് നിരവധി പെൺകുട്ടികളെ അവൻ ചതിച്ചിട്ടുണ്ട്, അവൻ്റെ സ്വഭാവത്തിന് അവന് കിട്ടിയ ശിക്ഷയാണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട്. അവൻ്റെ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. ദുർഗയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇത്രയെല്ലാം വക്കാലത്ത് പറയാൻ അവനല്ലേ കുറ്റം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എന്നിട്ടും നിങ്ങൾ മഞ്ജുവിനെയാണല്ലോ പഴിചാരുന്നത്, മഞ്ജു അവൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് അവൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയത്, അവനിനി മഞ്ജു സാഗറിനെ വിവാഹം ചെയ്തതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല, പക്ഷേ അവൾ എന്നെങ്കിലും അവനെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ ഇരുകൈ നീട്ടി അവളെ സ്വീകരിക്കുക തന്നെ ചെയ്യും, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷങ്ങളൊന്നും അവളുടെ ഉള്ളിലില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. കണ്ണൻ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ദുർഗയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. ഇനി എൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസാനമായിരിക്കും അന്നെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. അതെല്ലാം കേൾക്കുമ്പോഴേക്കും ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കും ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് സാഗറിനോടായിട്ട് മഞ്ജു പറയുന്നുണ്ട് മാനസിക്ക് വേണ്ടി അനന്തുവേട്ടൻ വന്നതിൻ്റെയൊക്കെ പിറകിൽ ഏട്ടനാണ്, ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രമായിരിക്കും അനന്തുവേട്ടൻ വന്നതും, അതുകൊണ്ട് മാനസിക്ക് നീതി കിട്ടിയെന്നും എന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാഗറേട്ടൻ്റെ ജാമ്യത്തിൽ ഇറക്കിയതും അനന്തുവേട്ടൻ തന്നെയാണല്ലോ, അതിൻ്റെയൊക്കെ പിറകിൽ ഏട്ടനാണെന്നും ഏട്ടൻ എൻ്റെ അടുത്ത് ഇതിനൊന്നും പറ്റില്ല എന്നെല്ലാം പറഞ്ഞെങ്കിലും അതൊക്കെ ചെയ്തു തന്നതിൽ എനിക്ക് ഏട്ടനോട് ഒരിക്കലും തീരാത്ത കടപ്പാടുണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.